വേങ്ങരയിലേക്ക് വരുമ്പോൾ ഒരു ഷാജിന്റെ ലീഗിന്റെ കോട്ടാണല്ലോ വേങ്ങര. പ്രത്യേകിച്ച് കുഞ്ഞാലിക്കുട്ടി കഴിഞ്ഞ പ്രാവശ്യം 34,000 വോട്ടിൽ ജയിച്ച മണ്ഡലമാണ്. അപ്പൊ ഞാൻ ഈ ലീഗിന്റെ ഒരു ഏകപക്ഷമായ ഒരു ജയം കണ്ടിട്ടാണ് ഞാൻ വേങ്ങരയിലേക്ക് ഞാൻ ഈ സർവേക്ക് വേണ്ടിയിട്ട് വന്നത്. പക്ഷെ ഇവിടെ എത്തി കഴിഞ്ഞപ്പോ മൊത്തത്തിലെ റേഞ്ച് തന്നെ മാറി. ഈ ബാക്കിൽ നിൽക്കുന്ന ആളാണ് LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി സബാഹ് എന്ന് പറയുന്നത്. ഈ സബാഹ് എന്ന് പറയുന്ന വ്യക്തി ഒരു പ്രസ്ഥാനമാണ് കേട്ടോ, വ്യക്തിയല്ല. ഇദ്ദേഹം ഒരുപാട് നന്മകൾ ഈ വേങ്ങരക്ക് ചെയ്തിട്ടുണ്ട്. ഷാജിന്റെ ഏകപക്ഷമായ ജയം കണ്ടു വന്ന് ഞാൻ ഒരു ഭയങ്കര കോരിത്തെരിപ്പിലായിരിക്കും. ജയം ബലാബലായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അപ്പൊ നമുക്ക് ഒന്ന് സർവേയിലേക്ക് നോക്കാം. പ്രത്യേകിച്ച് നമ്മളെ കുഞ്ഞാലിക്കുട്ടി ഈ മണ്ഡലം ഒഴിവാക്കാനുള്ള മെയിൻ കാരണം ഈ വ്യക്തിയെ പേടിച്ചിട്ടാണോ എന്നും കൂടി എനിക്ക് സംശയമുണ്ട്. ഒരു കനത്ത പോരാട്ടം തന്നെ വേങ്ങരയിൽ കാണാം എന്നാണ് പറയുന്നത്. എന്റെ സർവേയിൽ ഒരു ബലാബലാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പൊ 17,500 വോട്ട് മറിക്കുകയാണെങ്കിൽ സഭ 1000 വോട്ടിന്റെ ലീഡിന് വിജയിക്കും. ഷാജി ജയിക്കുകയാണെങ്കിൽ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിയില്ല. ടൈറ്റ് മത്സരമാണ്. എന്തായാലും ഒരു 1000ന്റെ താഴോട്ട് നോക്കിയാൽ മതി ഷാജിന്റെ ജയം. 50-50 ഞാൻ കാണുന്നത്. അപ്പൊ എന്തായാലും സർവേ ഒന്ന് കാണാം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. മലപ്പുറത്തെ 2ാമത്തെ നിയമസഭാ മണ്ഡലമായ വേങ്ങരയിലാണ് നമ്മളെ ലീഗിന്റെ തുറപ്പിച്ചിട്ട് ഷാജി മത്സരിക്കുന്ന വാർഡാണ് വേങ്ങര. കഴിഞ്ഞ വർഷം ഹൈക്കോടതി തോൽവി സംഭവിച്ചാണ് ഷാജിക്ക്. ഇപ്രാവശ്യം വിജയം ഉണ്ടാകുമോ? നമുക്ക് ഇവിടുത്തെ നാട്ടുകാരോട് തന്നെ ചോദിക്കുക. ഇത് ഏതാ പഞ്ചായത്ത്? ഏതാ? കണ്ണമംഗലം അല്ലെ? അപ്പൊ നമുക്ക് നാട്ടുകാരോട് തന്നെ ചോദിക്കുക, ഷാജിന്റെ ജയന്തോ അല്ലെങ്കിൽ മറ്റേ ഇടതുപക്ഷം വെന്നിക്കൂടി വാറോ എന്നുള്ളതൊക്കെ നമുക്ക് അന്വേഷിക്കാം. അപ്പൊ സുഹൃത്തുക്കളെ, ഞാനിപ്പോ നിൽക്കുന്നത് കണിമംഗലം അല്ലെ? കണ്ണമംഗലം വേങ്ങര ഇതിലുള്ള നമ്മളെ ഷാജിന്റെ മണ്ഡലാണ് അല്ലെ? ഷാജി ജയിക്കോ? ഷാജി ജയിക്കാൻ ഉറപ്പില്ല. അതെന്താ? സഭാവ് വരും. സഭാവ് ഇടതുപക്ഷമാണോ? ഇടതുപക്ഷം. അപ്പൊ എന്താണ് സ്ഥിതി? പറയാൻ പറ്റൂല. ഇത് ലീഗിന്റെ കുത്തക മണ്ഡലാണ്. പക്ഷെ ജയം ഷാജിക്കാരന്റെ അനിവാര്യമായിട്ടാണ്. ഭൂരിപക്ഷം പറയും. കുഞ്ഞാലിക്കുട്ടിന്റെ അത്ര ഭൂരിപക്ഷം ഉണ്ടാവില്ല. ഷാജിക്കാരനാല് ഈ നാട്ടുകാരനാണ്, വേങ്ങരക്കാരനാണ്. ഓ, എതിരാളി സഭായില്ലേ? പിന്നെ ഈ ഷാജി വേങ്ങരക്കാരനല്ലേ? അല്ല, ഹൈക്കോടതി വയനാടുകാരനല്ലേ? അപ്പം സാധ്യത അങ്ങനെ ഷാജിക്ക് സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. മുൻതൂക്കം ഷാജിക്കാണ് കാണുന്നത്. കുഞ്ഞാലിക്കുട്ടിന് അത്ര ലീഡ് ഉണ്ടാവില്ല. എന്തെങ്കിലും അഭിപ്രായം? ഭൂരിപക്ഷം കുറയും. ജയം ഉണ്ടാവും, വലിയ ഭൂരിപക്ഷം ഉണ്ടാവില്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ലീഗ് ജയിക്കുള്ളൂ, ഭൂരിപക്ഷം ഉദ്ദേശം അതേ ഉണ്ടാവില്ല. എന്താ? KT ജലീൽ ആവർത്തിക്കും. അപ്പൊ അട്ടിമറിയാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരാ? ലീഗ് തന്നെ ജയ, അന്തിമ ജയ ലീഗ് തന്നെയാണ്. 10 വർഷത്തെ പിണറായി സർക്കാരിന്റെ ഭരണത്തിന് എന്തെങ്കിലും നേട്ടം കോട്ടങ്ങൾ എന്തെങ്കിലും അധികാരത്തില് UDF വരാണെങ്കിൽ മുഖ്യമന്ത്രി ആരാവും? വരണം. എന്നിട്ട് വേണം അടി കൂട്ടാനും മുഖ്യമന്ത്രിക്ക് വേണ്ടിട്ട്. ഓക്കെ, ഞാനൊരു ഇലക്ഷന്റെ സർവേ ഉണ്ടോ ഇവിടെ ജയിക്കാൻ സാധ്യത ആയിരിക്കാനുള്ളത്? ഷാജിക്ക് ഉണ്ടോ? എല്ലാ സഭായിനോ? അറിയില്ല. ഞാൻ ഒരു ഇലക്ഷന്റെ സർവേക്ക് വരാൻ കേട്ടോ. ഇത് കോൺഗ്രസ് ഓഫീസ് വെച്ചാണോ? കണ്ടിട്ട് ഒരു സംശയമുണ്ട്. ഈ ഓഫീസിൽ കയറി സർവേ വയ്ക്കുമ്പോ അതൊരു ഏകപക്ഷീയമായ സർവേ ആയിരിക്കും. എന്താണ് വേങ്ങരന്റെ സ്ഥിതി? എന്താണ് ഷാജി കുഞ്ഞാപ്പന്റെ ഭൂരിപക്ഷം ഉണ്ടാവോ? അതുണ്ടാവൂല, പ്രയാസാണ് അല്ലേ? ഷാജി അന്തിമ ജയം നിങ്ങളുടെ അഭിപ്രായത്തിന്? ഷാജി തന്നെ UDF തന്നെ ജയസാധ്യത ആയിരിക്കാം? സാധ്യത സഭാ കൊണ്ടുപോയിട്ടില്ല. സഭാവിന നിങ്ങളുടെ അഭിപ്രായത്തില്? സഭാവാണ്. അത് സഭാവി മാറ്റം വരാനുള്ള ഇതാണ് അല്ലേ? നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരാ ജയിക്കാൻ സാധ്യത? എങ്ങനെ ഇവിടെ വേങ്ങര മണ്ഡലം? അത് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. ചാൻസ് ഉണ്ട്. ബലാബലാണ്. അപ്പം ഭൂരിപക്ഷം നല്ല കുറയും. എന്താണ് പിണറായി സർക്കാരിനെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത്? നേട്ടങ്ങൾ എന്തുണ്ടോ അല്ലെ കോട്ടങ്ങളാ? കുഴപ്പമൊന്നുമില്ല. ശരി, ഓക്കെ. വേങ്ങരന്റെ മുത്തുക അവിടെ ഒരു മുത്ത് അവിടെ കിടക്കുന്നുണ്ട്. ഷാജിന്റെ ആളാണ്ടത്. ഷാജിന്റെ തോൽവി ഉണ്ടാവോ? UDF-കാരനോട് ചോദിക്കാണ്. എന്താണ് പിണറായി വിജയന്റെ 10 വർഷത്തെ ഭരണത്തിന്റെ നേട്ടങ്ങൾ കോട്ടങ്ങൾ എന്താണുള്ളത്? എന്താ പറയാനുള്ളത്? എന്താ നേട്ടം? എന്താ പറയാനുള്ളത്? നമുക്ക്
ഞങ്ങളിവിടെ 15 വർഷമായിട്ട് ഞങ്ങൾ കൊടുത്തിട്ടുള്ള റോഡ് അല്ലാതെ പുതുതായിട്ട് ഒരു റോഡൊന്നും ഞങ്ങൾ കണ്ടില്ല. അത് ഈ നിങ്ങളെ UDF-ന്റെ പോരായ്മയാണോ? കാരണം ഭരണം MLA ഇവിടുത്തെ UDF-ന്റെ MLA ഇവിടെ റോഡ് ഏത് UDF-ന്റെ റോഡേ ഞങ്ങളെ മണ്ഡലത്തിലുള്ളൂ. ഇവിടെ ജയസാധ്യത ആയിരിക്കാണ്. ഷാജി ഉണ്ട്, കടുത്ത മത്സരാണ് ഇല്ലേ? സബാഹ് എന്നുള്ള ഷാജിക്കൊക്കെ പോരാളിയാണോ? കുഴപ്പമൊന്നുമില്ല അല്ലേ? സബാഹ് ജയിക്കാൻ സാധ്യതയുണ്ടോ? സാധ്യത കാണുന്നുണ്ട് അല്ലേ? ഓക്കെ. ഇത് മലപ്പുറം വേങ്ങര വാർഡല്ലേ അല്ലേ? എന്താണ് ഷാജി കഴിച്ചിലാവോ? ആവൂലേ? ഭൂരിപക്ഷം കുറയോ? ഇല്ല, നല്ല ഭൂരിപക്ഷത്തിലേ സാധ്യത. ഷാജി ജയിക്കോ? ഷാജിക്കാൻ സാധ്യത ഇവിടെ ഉണ്ടോ? എന്താണ് അഭിപ്രായം? ആരാ ജയിക്ക? രണ്ടു കൂട്ടർക്ക് സാധ്യത ഉണ്ട് അല്ലേ? ഷാജി ജയിക്കോ? ഷാജിയോ ഭൂരിപക്ഷമുള്ള മണ്ഡലല്ലേ? അപ്പൊ പാട്ട് പാടി ജയിക്കൂലേ? നമ്മള് പറയാൻ തന്നെ ഇപ്പൊ സഭാവ് മോശക്കാരനൊന്നല്ല, ടൈറ്റ് മത്സരം ഉണ്ടാവും എന്തായാലും. സഭാവിന് ആളില്ല ഇവിടെ, തോറ്റു പോവോ? ജയിക്കും. KM ഷാജി എന്ന പുലിക്കുട്ടി ഉണ്ട്, ആര് ജയിക്കും? ഷാജിനെ ജയിക്കുള്ളൂ. ലീഗിന്റെ കോട്ടല്ലേ? ലീഗിന്റെ പക്ഷെ സ്വാഭാവിക ലീഗിന്റെ ഉറച്ച വോട്ട് ലീഗിന് ഇട്ടില്ല, കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ. സ്വാഭാവിക ഇവിടെ ഭയങ്കര അറിയപ്പെടുന്ന ആളോട് തന്നെ അല്ല, നമ്മുടെ മണ്ഡലം തിരുവങ്ങാടിയാണ്. പക്ഷെ ഭരണ വിരുദ്ധ തരംഗം ഉണ്ടെങ്കിൽ ഷാജി അല്ലെങ്കിൽ കുറച്ച് സ്വാഭാവികമല്ല, നല്ല മത്സരമാവും. പക്ഷെ ഭരണവിരുദ്ധ തരംഗമായിട്ട് അങ്ങനെ ഇല്ല, പൊതുവെ കേരളത്തിൽ കുറവാണ്. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോ സർവ്വ അടുത്തുന്ന ആളല്ല, അപ്പൊ അങ്ങനെ ആണെങ്കിൽ ഇവിടെ ജയിക്കാൻ സാധ്യത ഉള്ളവരാണ്. LDF ആണോ UDF ആണോ അറിയില്ല. ഈ രണ്ട് ഇപ്പൊ കഴിഞ്ഞ 10 വർഷം പിണറായി വിജയന് കേരളം ഭരിച്ച്, എന്താണ് പിണറായി വിജയനെ പറ്റിയിട്ട് എന്ത് പറയണ്ടോ അഭിപ്രായങ്ങൾ? നല്ലതാണോ അല്ലെങ്കിൽ മോശപ്പെട്ട ഭരണമായിരുന്നോ? കൊണ്ടുവന്നത് പിണറായി വിജയനെ കൊണ്ടാണ്. അപ്പം നല്ല പ്ലസ് പോയിന്റും ഉണ്ട് മൈനസ് പോയിന്റും ഉണ്ട്. നമ്മളിപ്പോ അങ്ങനെ മുഴുവൻ നമുക്ക് പറയാൻ അറിയില്ല, ശരിയായിട്ട് അറിയണ്ടേ. ഈ പെൻഷന് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിൽ, പെൻഷൻ കാര്യങ്ങൾ കൊടുക്കുന്നതിലും ശമ്പളത്തിന്റെ വർധനയിലൊക്കെ പുള്ളി നല്ല ചെയ്തിട്ടുണ്ട് അല്ലേ? മുഴുവൻ അങ്ങനെ അങ്ങ് മോശം എന്ന് പറയാൻ പറ്റില്ല. എന്നാലും കുറച്ച് മോശം ഉണ്ട്. ആധികാരികമായിട്ട് പറയാൻ നമുക്ക് അറിയണം. അതെ. അതാണ്. ശരി, ഓക്കെ. ഞാനൊരു ഇലക്ഷന്റെ സർവേക്ക് വന്നാ, ഇവിടെ വേങ്ങര മണ്ഡലത്തിന് ജയസാധ്യത ആയിരിക്കാനുള്ളത് ഷാജിക്കാണ് അല്ലേ? സഭാവ് വെല്ലുവിളിയാണോ? ഇല്ല അല്ലേ? ഞാനൊരു ഇലക്ഷന്റെ സർവേക്ക് വന്നാ, വേങ്ങര മണ്ഡലം ജയിക്കാൻ ആയിരിക്കാ സാധ്യത? ഷാജിക്ക് തന്നെ അല്ലേ? ഞാനൊരു ഇലക്ഷൻ സർവേക്ക് വന്നതാ, ഇവിടെ ജയസാധ്യത ആയിരിക്കാനുള്ളത് സഭാണ്. ഷാജി നോക്കും ഇറക്കുമതി അല്ലേ? ഇവിടെയുള്ള ആള് ജയിക്കണം എന്നാണ്. ഓക്കെ, റൈറ്റ്. ഏട്ടാ, ഞാൻ ഇലക്ഷൻ സർവേ ആണ്, ജയിക്കാൻ സാധ്യതയുള്ള സഭാവുണ്ട്, ഷാജി ഉണ്ട്. ഷാജി തന്നെ അല്ലേ? ഏട്ടാ, എന്താണ് ജയസാധ്യത ആയിരിക്കാണ്? ഷാജി ഉണ്ട്, സഭാഹ് ഉണ്ട്, ആയിരിക്കാണ്? ഷാജി അല്ലേ? ഏട്ടാ, ഇത് ഏതാ പഞ്ചായത്ത്? ഏതാ? പഞ്ചായത്ത് അല്ലേ? ഏറനഗർ അല്ലേ? ഏത് പഞ്ചായത്താ? ഏറനഗർ. എന്താണ് ഇവിടെ ജയിക്കാൻ സാധ്യത ആയിരിക്കാനുള്ളത്? ഷാജി ഉണ്ട്, സഭാവ് ഉണ്ട്. സഭാവ് വെല്ലുവിളിയാവോ ഷാജിക്ക്? ആര് ജയിക്കുന്നു? ഇവിടെ ആര് ജയിക്കുന്നുള്ളതാ? കട്ടക്കാണ് അല്ലേ? എന്താണ് വരയ്ക്കുന്ന സ്ഥലം? ജയസാധ്യത ആയിരിക്കാനുള്ളത്? ഇവിടെ ജയിക്കാൻ സാധ്യതയുള്ളതായിരിക്കാ? ഒരാൾ നോക്കും അല്ലേ? നിങ്ങളെ അഭിപ്രായത്തിൽ ആരാ ജയസാധ്യത? രണ്ടു കൂട്ടരും നല്ല മത്സരമായിരിക്കും. എണ്ണീറ്റ് പറയാം. ജയസാധ്യത രണ്ടാക്കുണ്ട്. നല്ല മത്സരമായിട്ട്. ഇത് ഏതാ പഞ്ചായത്ത്? ഏതാ? ഏറനഗർ. ചാൻസ് ഉണ്ട്. എല്ലാരും പറയുന്ന സ്വഭാവം അല്ലേ? നിങ്ങളെ അഭിപ്രായത്തിൽ ആരാ? എല്ലാരും പറയുന്ന വേണ്ട, നിങ്ങളെ അഭിപ്രായത്തില് സഭാണ് അല്ലേ? എന്താണ് എന്റെ അഭിപ്രായത്തില്? നിന്റെ കന്നി വോട്ടല്ലേ? കന്നി വോട്ട് പേരാമ്പ്ര അല്ല, മറ്റേ ഏതാ? വേങ്ങര മണ്ഡലത്തില്
നമ്മളെ ചങ്ക് ഷാജി ഉണ്ട്, ഇവിടുത്തെ നാട്ടുകാരൻ സബാഹ് ഉണ്ട്. ആരെ കൂടെ ഇനി ആ പറഞ്ഞോ ഇല്ല പറഞ്ഞോ നീ പറ ആരെ ഞാൻ മോളെ ഞാൻ ഈ ഒരു ഇലക്ഷന്റെ സർവേക്ക് വന്നത്. അവിടെ ജയിക്കാൻ സാധ്യത ഉള്ളവരാണ്. ഷാജി ഉണ്ട്, മറ്റേ സബാഹ് ഉണ്ട്. എന്താ അഭിപ്രായം? ആ പറയ് ഷാജി നീയോ? ഷാജി എന്നാ പൊളിച്ചു 3 ചങ്കത്തികള്. എന്താ മോളെ ആർക്കെടുക്കേ ഇവിടെ ജയസാധ്യത ആർക്കാണ്? ഷാജിക്കുണ്ട്, സബാഹ് ഉണ്ട്. ഒന്ന് പറയും ആരാ? ഷാജിയാ? ഷാജിന്റെ ഫാൻസ് ആണല്ലോ. പൂല പൊളിറ്റിക്സ് ഇല്ല. ആ ഓക്കെ ഏട്ടാ, ഞാനൊരു ഇലക്ഷന്റെ സർവേക്ക് വന്നാ. ഇലക്ഷന്റെ സർവേ ആണ്. ജയസാധ്യത ആരാ വേങ്ങരയില്? പച്ചക്കൊടി എന്നാ പാറോ? നിങ്ങളെ അഭിപ്രായത്തിൽ പച്ചക്കൊടി പാറോ വേങ്ങരയില്? നല്ല ആൾക്കാർ വരട്ടെ. അപ്പം ജയ ഏതു പക്ഷത്തും ആവാം എന്നാണ് നിങ്ങളെ അഭിപ്രായം അല്ലേ? ഓക്കെ. എന്താണ് ഇവിടുത്തെ കേരള രാഷ്ട്രീയത്തിന്റെ അഭിപ്രായങ്ങൾ എന്താ പറയാനുള്ളത്? UDF ഉണ്ടാവും. ഷാജി ഇവിടെ ബെന്നിക്കോടി പാറിക്കോ? എത്ര വോട്ട് കഴിക്കും? 30,000. അത് അമിതമായ വിശ്വാസമല്ലേ? അത് പ്രയാസമായിരിക്കട്ടോ. ഇല്ല ജയിക്കൂല. ഓക്കെ. ഇവിടെ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി ആരാണ്? ഷാജി ഉണ്ട്, സബാഹ് ഉണ്ട്. ആയിരിക്കാം മുൻതുക? അറിയില്ല അല്ലേ? ഓക്കെ. ഇവിടെ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി ആരാണ്? സബാഹ് ഉണ്ട്, അതുപോലെ നമ്മളെ തുറപ്പിച്ചിട്ട് ഷാജി. നമുക്കൊക്കെ താല്പര്യമുള്ളത് സബാഹാണ്. സബാഹ് നാട്ടുകാരനായത് കൊണ്ടാ? നാട്ടുകാർ മാത്രമല്ല, അവരെ കഴിഞ്ഞ പ്രവൃത്തികളൊക്കെ നമുക്ക് അനുഭവമുള്ള അല്ലേ? ഇത് സ്ഥലം കുളപ്പുറം വേങ്ങര നഗർ പഞ്ചായത്ത്. ശരി ഓക്കെ. ഏട്ടാ ഇവിടെ ജയിക്കാൻ സാധ്യതയുള്ള ആരാണ്? ഷാജി ഉണ്ട്, സബാഹ് ഉണ്ട്. ഇല്ല നിങ്ങളെ അഭിപ്രായമാണ്. ഞങ്ങൾ സർവാണ്. നിങ്ങൾ സർവാണ് എടുക്കുന്നത്. നിങ്ങളെ അഭിപ്രായമാണ് ഞങ്ങൾക്ക് വേണ്ടി. പറ്റാത്ത രണ്ടാക്കും ബലാബല ആവാം. അപ്പോ 10 വർഷത്തെ പിണറായി വിജയന്റെ ഭരണത്തിന്റെ നേട്ടങ്ങൾ അല്ലെങ്കിൽ കോട്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയാവില്ല. പുറത്തുനിന്ന് വരുന്ന ഒരു സ്ഥാനാർത്ഥിയും മണ്ഡലത്തിലുള്ള ഒരു സ്ഥാനാർത്ഥിയും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ്. അതല്ല, പിണറായി വിജയന്റെ ഭരണത്തിന്റെ നേട്ടങ്ങൾ കോട്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? കോട്ടങ്ങളെ കുറിച്ചല്ല, ഈ മണ്ഡലത്തിന്റെ ഒരു വിഷയം മാത്രമേ ഉള്ളൂ. ഷാജി ഉണ്ട്, സബാഹ് ഉണ്ട്. ഷാജി വമ്പിച്ച് ഭൂരിപക്ഷം ജയിക്കും. നിങ്ങളെ അഭിപ്രായത്തില്? ഇവിടെ വേങ്ങരയിൽ ജയിക്കാൻ സാധ്യതയുള്ള ആരാ? ഷാജി ഉണ്ട്, സബാഹ് ഉണ്ട്. രണ്ടാം കടകടാണ്. ഇത് ഏതാ സ്ഥലം? കൂരിയാട്. സബാഹ് ഉണ്ട്, ഷാജി ഉണ്ട്. ഷാജിയാണ് പ്രദേശം കാണുന്നത്. പക്ഷെ പറഞ്ഞത് ഭൂരിപക്ഷം പറയും കുഞ്ഞാലിക്കുട്ടിന്റെ അത്ര ഭൂരിപക്ഷം ഉണ്ടാവില്ല. ജയിക്കും ഷാജി. ഭൂരിപക്ഷം ഉണ്ടാവില്ല. ഭൂരിപക്ഷം കുറവാണ്. കുഞ്ഞാലിക്കുട്ടി അത്ര ഉണ്ടാവില്ല. ഭൂരിപക്ഷം വളരെ കുറവായി കുറയൂല. ഓക്കെ. രണ്ടാളും കടകടാണ്. അപ്പൊ എവിടെയും മാറാം. ഒന്നിനൊന്ന് മെച്ചോ. ഷാജി ഉണ്ട്, സബാഹ് ഉണ്ട്. ഇവിടെ ജയിക്കാൻ ചാൻസ് ഷാജിക്കാണ്. ബലാബലില്ല. ബലാബലം എന്ന് പറഞ്ഞാൽ ആര്യ സബാഹിന അറിയപ്പെടില്ല. ഭയങ്കര അങ്ങാട്ടിൽ അറിയപ്പെടുന്നല്ലാതെ പുറത്തൊന്നും അല്ലാതെ അറിയപ്പെടില്ല. നിങ്ങളെ അഭിപ്രായത്തിൽ ആയിരിക്കും ജയസാധ്യത? ഷാജി തന്നെ. കെ എം ഷാജി തന്നെ. അവിടെ ജയിക്കാൻ സാധ്യതയുള്ള ആരാണ്? സബാഹ് ഉണ്ട്, ഷാജി ഉണ്ട്. നിങ്ങളെ അഭിപ്രായത്തിൽ ആരാ? രണ്ടുപേരും ബലാബലാണ് അല്ലേ? ഷാജി ഉണ്ട്, സബാഹ് ഉണ്ട്. സബാഹിന്റെ കൂടാണ് നിങ്ങളുള്ളത്. ഇത് ഏത് സ്ഥലം? ഏതാ? വേങ്ങര. വേങ്ങര മണ്ഡലം. ഏത് സ്ഥലപ്പേര്? കൂരിയാട് അല്ലേ? ഷാജി അല്ല സബാവ്? ആരാ ജയിക്കുക? സബാവിന്റെ ആൾക്കാരാ. നിങ്ങളാരാ? നിങ്ങളെ അഭിപ്രായത്തിൽ ആരായിരിക്കും? ആര് ജയിക്കും? പറ. സബാ? നിങ്ങളെ പേരിൽ ആരാ ഇവിടെ ജയിക്കുക? ജയിക്കാൻ ആരാ സാധ്യത? സബാവുണ്ട്, ഷാജി ഉണ്ട്. പറയാൻ പറ്റില്ല. നിങ്ങളെ അഭിപ്രായത്തിൽ ജയസാധ്യത ആരാ? കെ എം ഷാജിയാ? ഷാജിയാണ്. സബാഹ. രാഷ്ട്രീയ പോര് ആരാ ജയിക്കാൻ സാധ്യത? സബാഹ് ഉണ്ട്, മറ്റേ ഷാജി ഉണ്ട്. പുലിക്കുട്ടി സബാണ്. അന്ന് സബാഹ് ജയിക്കും എല്ലാരും പറയുന്നത്. വേങ്ങരക്കാരനായാലും കൊണ്ട് ഷാജി സബാഹ് ഉണ്ട്. എന്താണ് നിങ്ങളെ അഭിപ്രായത്തില്?
കുണ്ടുകോയില് സഭാവ് അല്ലേ? നിങ്ങളെ അഭിപ്രായം ഇതിലെന്താ? ആര് അല്ല നിങ്ങൾ എന്നാലും ഉണ്ടാവില്ല, ജയസാധ്യതയുള്ള ആരാണെന്നുള്ളത്? എം ഷാജിയ. ഇവിടെ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി ആരാ? സബാഹ് ഉണ്ട്, ഷാജി ഉണ്ട്. തള്ളിക്കളയാൻ പറ്റില്ല, സബാഹിനെ തള്ളിക്കളയാൻ പറ്റില്ല. അത്രയും ഫേമസ് ആകുമ്പോഴും ഇവിടെ വേങ്ങരയില് അല്ലേ? ഇവിടെ ജയിക്കാൻ സാധ്യതയുള്ള ആരാ? ഷാജി ഉണ്ട്, സബാഹ് ഉണ്ട്. പിന്നെ ഞാൻ അതിനെപ്പറ്റി അറിയില്ല, അറിയാൻ തിരി ശ്രമിക്കലില്ല. ശ്രമിക്കില്ല. എന്നാലും ഒരു ജയസാധ്യത ആയിരിക്കാം എന്നുള്ള ഏത് പക്ഷത്താവും? അത് രാഷ്ട്രീയത്തിന് പ്രകാരമുള്ള പരിചയം പിന്നെ ശീലം എന്നുള്ളവർക്ക് ഇവിടെ ജയിക്കുന്ന പാർട്ടിയുണ്ട്. ലീഗ് ഇപ്പോഴത്തെ പോപ്പുലാരിറ്റി എന്നുള്ളവർക്ക് സഭാവിന് ചാൻസ് ഉണ്ട് അല്ലേ? അതിനനുസരിച്ച് മറ്റതും പോപ്പുലാരിറ്റി പുതിയ പിന്നെ യൂത്തിനിടയിലുള്ള പോപ്പുലാരിറ്റി നോക്കുകയാണെങ്കിൽ സ്വഭാവമായിരിക്കും. അപ്പോ ഇവിടുത്തെ 10 വർഷത്തെ മറ്റേ പിണറായി വിജയന്റെ ഭരണത്തിന് എന്തെങ്കിലും നേട്ടങ്ങൾ കോട്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അത് പിന്നെ അതിനെത്തൊട്ടൊന്നും പിന്നെന്താ പറയാ, ഞാൻ അത്ര അവയറല്ല. പക്ഷെ എനിക്ക് ഒരു താല്പര്യമുണ്ട്, ആരും കണ്ടിന്യൂ ആയിട്ട് ഒരു പരിധിയിലപ്പുറം വരാൻ പാടില്ല. അത് ആ ഒരു മോശമായതുകൊണ്ടല്ല, മോശം അല്ലെങ്കിലും വരരുത്. അങ്ങനെ ഒരു ആഗ്രഹം വന്നു, ഒരു മൂന്നാമത്തെ വരരുത്. ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരും എന്ത് ചെയ്തോളും, ചേഞ്ച് കാരണം മാറ്റം എന്തായാലും ആവശ്യം. ഇത്രകാലം കേരളം അങ്ങനെ ചെയ്തത്. അതെ അതെ, ചേഞ്ച് ആവണം. ഇവര് നല്ലതാണെങ്കിലും ചേഞ്ച് ആവണം, നല്ലതല്ലാതല്ല. ശരി. സഭാവുണ്ട്, വേങ്ങരക്കാരൻ, അതുപോലെ നിലമ്പൂർ മറ്റേ വയനാടുകാരൻ ഷാജി ഉണ്ട്. ആർക്കാ നിങ്ങളെ വോട്ട്? ഷാജിക്ക് തന്നെ അല്ലേ? ഓക്കെ. എന്താ നിങ്ങളെ അഭിപ്രായം? എന്താ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇവിടെ ഷാജി 100% ജയിക്കും അല്ലേ? ഓക്കെ.